കായലോളം കൈകൾ കൊട്ടിക്കളിക്കണ മേളം. ഹാപ്പി ഓണം ടു ഓൾ മൈ റിയൽ ടേസ്റ്റ് വ്യൂവേഴ്സ്. എങ്ങനെയുണ്ട്? ഹാപ്പി റെയിൻ അല്ലേ? സൂപ്പർ ക്ലൈമറ്റ്. ഇന്ന് ഞങ്ങൾ ഓണം ഈ മഴയത്ത് ആഘോഷിക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് ഞാൻ ആരുടെ വീട്ടിൽ എത്തിപ്പെട്ടിരിക്കുന്ന അറിയാമോ? നമുക്ക് എല്ലാവർക്കും സുന്ദരികളാവാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അങ്ങനെ നമ്മളെയൊക്കെ സുന്ദരിയാക്കാൻ പോകുന്ന ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ വീട്ടിലോട്ടോ ഞാനിന്ന് വരുന്നത്. പേര് റുക്സാന നജീം. ആൾക്കൊരു മേക്ക് ഓവർ സ്റ്റുഡിയോ ഉണ്ട്. കുറേ ആർട്ടിസ്റ്റ് എന്നെ വകെ ഈ പരുവത്തിലാക്കി വെച്ചിരിക്കുന്നത് റുക്സാന നജീമാണ്. അപ്പം നമുക്ക് റുക്കുവിനെ ഒന്ന് പരിചയപ്പെടാം. ഹായ് റുക്കു, ഹാപ്പി ഓണം. ഹലോ. സൂപ്പർ. അപ്പൊ നമുക്ക് ഓണം അടിച്ച് പൊളിച്ചാലോ? കായലോളം കൈകൾ കൊട്ടിക്കളിക്കണ മേളം. നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് റിയൽ ടേസ്റ്റിന്റെ ഓണാശംസകൾ. കായലോളം കൈകൾ കൊട്ടിക്കളിക്കണ മേളം. ഇന്ന് ഓണം കൂടെയാണ്. ഓണം അറ്റയർ, ഓണം വൈബ്. ഇന്ന് എൻ്റെ ഒപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്. ആരായിരിക്കും? പുള്ളിക്കാരത്തി ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് പോരാത്ത പുള്ളിക്കാരത്തിക്ക് ഒരു പാഷനാണ്. ഈ പാഷനും പ്രൊഫഷനും കൂടെ ഒന്നിച്ച് വരുമ്പോൾ ഇല്ലേ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു ബ്യൂട്ടി കൂടും. സെലിബ്രിറ്റി ഇപ്പോൾ ആളാണ് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പുള്ളിക്കാരത്തി ഇച്ചിരി പാഷനും കൂടെ ചേർക്കുമ്പോൾ അതിനിച്ചിരി ബ്യൂട്ടി വരും. അതുപോലെ തന്നെയാണ് ഇന്ന് ആൾ നമുക്കൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാ ഓണത്തിനും എല്ലാ സദ്യകൾക്കും നമുക്കൊരു ഓണത്തിൻ്റെ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പായസമാണ്. പായസം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു ബോളിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു അട, ഒരു സെമിയ എല്ലാം കൂടെ ഒരു കൂട്ടിക്കുഴച്ച്. ഇനി കൂടുതൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും. പക്ഷേ ഇന്നത്തെ പോലെ പായസമല്ല, ദോ വി ആർ മേക്കിംഗ് പായസം. നമ്മളൊരു വെറൈറ്റി പായസം എന്ന് ഉണ്ടാക്കുന്നത്. സോ ഒരുപാട് സംസാരിച്ച് ഞാൻ നീട്ടിപ്പിടിക്കുന്നില്ല. നമ്മുടെ ഗസ്റ്റിൻ്റെ തന്നെ പരിചയപ്പെടുത്താം. റുക്സാന നജീം. ഹലോ റുക്കു, ഞങ്ങളുടെ സ്വന്തം റുക്കു. വെൽക്കം ടു ദ ഷോ. റുക്കു എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ്. വെരി ലവിങ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പ്രൊഫഷൻ ആൻഡ് പാഷനാണ് പുള്ളിക്കാരത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തതാണ്. അപ്പോൾ റുക്കു പറയും ഇന്ന് ഞങ്ങൾക്ക് എന്താണ് ഒരു വെറൈറ്റി പായസമാണെന്ന് മാത്രം എനിക്കറിയാം. അപ്പോൾ എന്താണ് അതിനകത്ത് സ്പെഷ്യൽ പായസം എന്താണ് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത്? ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാനൊരു ഏത്തപ്പഴം വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കണേ. അതിപ്പോൾ എൻ്റെ ഉമ്മിച്ചി എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ഞാനായിട്ട് കുറച്ചും കൂടെ ഒന്ന് ന്യൂ ജനറേഷൻ സ്റ്റൈലിലാക്കി. ഏത്തപ്പഴം പായസമാണ്. അതൊരു ന്യൂ ജെൻ സ്റ്റൈലിലാണ് പുള്ളിക്കാരത്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് കിടക്കാം. ആദ്യം ഏത്തപ്പഴമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം അതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വറുത്തിട്ട്, ഈ ഗീയാണത്, അപ്പോൾ അതൊന്ന് വറുത്ത് മാറ്റാനുണ്ട്. അപ്പം അതാദ്യം നമുക്കത് ചെയ്യാം. നമ്മൾ സാധാരണ ഓണത്തിനൊക്കെ എപ്പോഴും കാണുന്ന സെമിയ പായസം, പയറ് പായസം, അടപ്രഥമം, ഇത് ഏത്തയ്ക്ക. അപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ലേ. ഇതെല്ലാം ഐ ആം ഈഗർലി വെയിറ്റിംഗ്. ഇതെന്തായിരിക്കും നമ്മൾ റുക്കുവിൻ്റെ സ്പെഷ്യൽ ഏത്തയ്ക്ക പായസം? നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. കുറച്ച് ഇത് മതി കേട്ടോ, നെയ്യിട്ടാൽ മതി. ഓക്കെ. ഓണം എങ്ങനെയാണ് റുക്കുവിൻ്റെ സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെയാണ് പോകുന്നത്? ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുമ്പോൾ തിരക്കുകളൊക്കെ കാണുമല്ലോ. അപ്പം എങ്ങനെയാണ് അത്? ഓണം ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇഷ്ടമാണ്, ആഘോഷിക്കാറുണ്ട്. പിന്നെ ഇത് എപ്പോഴും ഒരു സ്പെഷ്യൽ ദിവസങ്ങളിൽ ഞാൻ ചെയ്യും. എന്നുവെച്ചാൽ എൻ്റെ ഉമ്മിച്ചി ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളും പാരമ്പര്യമായിട്ട് ഓണമൊക്കെ ഈ ട്രഡീഷണൽ അറ്റയറിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുമോ? അപ്പം അങ്ങനെ വരുമ്പോൾ വർക്ക് വരുമ്പോൾ ഇതെങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്? അപ്പം വർക്ക് ഡേയ്സ് ഒക്കെ ഷൂട്ട് ഡേയ്സ് ഒക്കെ വരുമല്ലോ. അല്ല, ഓണത്തിന് ശരിക്കും എവിടെയും ഞാൻ പോകില്ല. നമ്മൾ കസിൻസ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടി പായസം അങ്ങനെ എല്ലാ ഐറ്റം ഞങ്ങൾ ഉണ്ടാക്കും. കായലോളം കൈകൾ കൊട്ടിക്കളിക്കണ മേളം.
പതിവ് പായസം പോലെ തന്നെ നട്ട്സ് ആദ്യമേ തന്നെ വറക്കും അല്ലേ? നമുക്കിത് കാണുമ്പോൾ നമ്മുടെ ഉർവശി ചേച്ചിയുടെ കടുകുവറയാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ, നമ്മൾ കാഷ്യൂ നട്ട്സാണ് വറക്കുന്നത്. അടുത്തത് ഇതാണ് തേങ്ങാക്കൊത്ത്. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജ് നെയ്മണമൊക്കെ വന്നു തുടങ്ങി, നട്ട്സൊക്കെ ഫ്രൈ ആയി തുടങ്ങി. പിന്നെ നമ്മൾ ഏത്തപ്പഴമാണ് നമ്മൾ ഇതിൽ ഇനി ഇടാൻ പോണത്. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ നട്ട്സ് ഒരു ബൗള് വറുത്ത് വെച്ചു. ഇനി അടുത്ത തേങ്ങാക്കൊത്താണ്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഏത്തയ്ക്ക. അപ്പം ഞാൻ ഒത്തിരി കുറച്ചേ ഉണ്ടാക്കണുള്ളൂ അല്ലേ, അപ്പം ഞാൻ 2 എണ്ണമാണ് എടുത്തേക്കണത്. 2 എണ്ണം എടുത്താൽ പോലും നമുക്ക് നന്നായിട്ട് അത് ഇത് ചെയ്യാൻ പറ്റും. ഒത്തിരി പഴുത്തത് പറ്റില്ല. ഓക്കെ, ഈ ഒരു ഇതാണ് നല്ലത്. ഒത്തിരി പഴുക്കാൻ പാടില്ല അല്ലേ? ഒത്തിരി പഴുക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ. പഴുത്ത ഞാൻ ചിലപ്പോൾ അതിങ്ങനെ അളിഞ്ഞു പോലെ വരുമായിരിക്കും അല്ലേ? അല്ല, പക്ഷെ ഇതിങ്ങനെ നമുക്ക് കടിക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടണമല്ലോ. ഓ ഓക്കെ ഓക്കെ, അങ്ങനെ തന്നെ ഇടണം. അങ്ങനെ തന്നെ ഇടണം. പീസസ് അങ്ങ് അതെന്താ ഇങ്ങനെ? അതിന് വല്ലതും പ്രത്യേകത, അല്ലെങ്കിൽ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണോ? ഭംഗിയല്ലേ, അതാ പറഞ്ഞ എൻ്റെ ഉമ്മിച്ചി ഇങ്ങനെ ചെയ്യണ കണ്ടിട്ട് അത് ഭംഗിക്കാണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നും ഇങ്ങനെ ചെയ്യണം. ഈ ഫീൽഡ് എങ്ങനെയാ തെരഞ്ഞെടുത്തേ? മേക്കപ്പും കാര്യങ്ങളും ഇഷ്ടമുള്ള ഉണ്ടായിട്ടാണോ, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊക്കെ ചില സമയത്ത് കോയിൻസിഡൻസ് ആയിട്ട് നമ്മൾ അറിയാതെ ചിലപ്പം ഈ പാഷൻ നമ്മളെ തേടി വരുമല്ലോ. ഇതെങ്ങനെയായിരുന്നു ഈ ഫീൽഡിലോട്ടുള്ള എൻട്രി ഒന്ന് പറഞ്ഞേ? ഫീൽഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും ഒരുക്കാനും. അത് ശരിക്കും പഠിച്ചിട്ടില്ല, ഇങ്ങനെ അറിയാം. അപ്പം അടുത്ത വീട്ടിലെ പിള്ളേരുണ്ടാവും, ചെറിയ കുട്ടികൾ. ഞാനന്ന് ചെറുതാണ്, 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കണുള്ളൂ. ഒന്നുമില്ല മേക്കപ്പ് ചെയ്യാനായിട്ട്, ശരിക്കും പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവരെയൊക്കെ ഒരുക്കി അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് പാഷനായി എൻ്റെ ഉപ്പായോടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഹബ്ബീസിലാന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലർ പാലാരിട്ടത്. ഓ ഓക്കെ ഓക്കെ. ഏത്തയ്ക്കൊക്കെ ഒരു ലൈറ്റ് കളർ. ഇത് ഇങ്ങനെ ഉടയാൻ പാടില്ല. അങ്ങനെ ഉടയ്ക്കാനേ പാടില്ല. അതിനാണ് തോന്നുന്നത് ഇങ്ങനെ കട്ട് ചെയ്യണത്. ഇനിയിപ്പോ നമുക്ക് ഇത്തിരി ഇതാവുമ്പോഴത്തേക്കും പാലൊഴിക്കണം. തേങ്ങാപ്പാലാണല്ലേ? തേങ്ങാപ്പാലാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആഡഡ് ഷുഗർ വേണ്ട അല്ലേ? ഷുഗർ വേണം. മറ്റേ ഇത് സാധാ പാലല്ല നമ്മൾ ഒഴിക്കുന്നത് അല്ലേ? ഇല്ല, നമ്മൾ ഇത് തന്നെയാണ് ഒഴിക്കണം. തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം. ഒത്തിരി ഒഴിക്കണ്ട, ഇതൊന്ന് വേകാനായിട്ട്. ഓക്കെ. അത് നമ്മൾ തേങ്ങ എടുത്തിട്ട് ലാസ്റ്റത്തെ പാലാണ്. ഇത് ഇങ്ങനെ അധികം കുറുക്കല്ലാത്തൊരു പാലുണ്ട്. ഫസ്റ്റ് മറ്റേതാണ് കുറച്ച് തിക്കായിട്ടുള്ളത്. സാധാരണ ഇങ്ങനെ പായസത്തിന് തേങ്ങാപ്പാൽ നമുക്കിപ്പം ഉണ്ടല്ലോ ഇൻസ്റ്റന്റ് കോക്കനട്ട് മിൽക്ക് ഒക്കെ ഉണ്ട്. അതാണോ അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് മിക്സിക്കകത്തിട്ട് അരച്ച് അങ്ങനെയാണോ ഉണ്ടാക്കുക? പക്ഷെ അതിനാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമില്ല. എന്നുവെച്ചാൽ എല്ലാം ഹസ്ബൻഡ് ചോദിക്കും, താനിങ്ങനെ ജോലിയുണ്ട് പിന്നെ ഈ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണ്ടെന്ന് വെച്ചാൽ. അപ്പൊ എനിക്ക് പക്ഷെ അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ തേങ്ങ എടുത്ത് പിന്നെ എന്താ പുള്ളിയുടെയും കൂടെ ഒരു ഹെൽപ്പ് ഉണ്ട് കേട്ടാ, പൊട്ടിച്ച് വെള്ളം എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇത് ചെയ്തിട്ടൊക്കെ തരും. അപ്പൊ അതൊക്കെ രാവിലെ തന്നെ അതൊക്കെ റെഡിയാക്കി. അല്ല, ഈ പണ്ടത്തെ ഇങ്ങനെ ട്രഡീഷണൽ അമ്മമാർ അങ്ങനെ ചെയ്തവർക്ക് അങ്ങനെ തന്നെ അവർ ശീലിക്കത്തുള്ളൂ. അവർക്ക് ഈ റെഡിമെയ്ഡിലോട്ട് വരും. ഞാനൊക്കെ ഇൻസ്റ്റന്റിന്റെ ആളാണ് കേട്ടോ. പക്ഷെ എൻ്റെ മദർലോ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ മദർലോനൊന്നും ഇഷ്ടമല്ല. മദർലോ എപ്പോഴും പറയും ഇങ്ങനെ ഉണ്ടാക്കണ്ട, ട്രഡീഷണൽ ആയിട്ട് അടപ്പ് വേണം, തേങ്ങ ഇട്ട് മിക്സിക്കകത്ത് അരച്ച ആ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ അങ്ങനെ കഴിക്കുന്നവർക്ക് ഈ റെഡിമെയ്ഡ് ഈ ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുത്തുമില്ല. ഇപ്പം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അത്രയൊക്കെ മതി. എന്ന് വെച്ചാൽ ഓൾറെഡി പഴം നമ്മൾ ഇങ്ങനെ വാട്ടിയപ്പോഴത്തേക്കും കുറച്ചിങ്ങനെ വെന്തിട്ടുണ്ടാവും. പിന്നെ ഇതിൽ കിടന്നൊന്ന് വേഗം. പിന്നെ കുറച്ച് ബാക്കിയുള്ള ഐറ്റം ഉണ്ട്, അതിലിടുമ്പോഴത്തേക്കും നല്ലോണം വേവണം. ഇനിയിപ്പേ വേവാൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് എടുക്കാനായിട്ട് ഒന്ന് ഇത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉന്നമടക്കായലോളം കൈകൾ കൊട്ടിക്കളിക്കട മേളം. ഇത്തിരി ഇത് വെന്ത് പോകാൻ പാടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്.
ഇത് ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒത്തിരി ഉടയാൻ പാടില്ല. നമ്മൾ കഴിക്കുമ്പോൾ ഇച്ചിരി കടിച്ച് വേണം കഴിക്കാൻ. ആ ഏത്തക്കയുടെ ഒരു ഫീല് നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവണം. ഇതിൽ കുറച്ചിങ്ങനെ ഉപ്പിടണം നമ്മൾ. എന്താ ഒരു പച്ച ചൊവ ഉണ്ടാവുമല്ലോ, അതങ്ങോട്ട് മാറാം. അതും ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അങ്ങനെ ചെയ്യണം നമ്മൾ. സാധാരണ വെക്കും നമ്മൾ ചില പായസമൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സെമിയ ആണിയെ അങ്ങനത്തെ പാൽപ്പായസങ്ങളൊക്കെ നമ്മൾ മേ ബി 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് മീൻസ് അത് വെക്കാൻ കൊള്ളൂല, നമ്മൾ അന്ന് തന്നെ കഴിക്കണം. ഈ പായസം എങ്ങനെയാണ്? ഈ പായസം ഇപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇത് പിറ്റേ ദിവസമില്ലേ വേറൊരു ടേസ്റ്റാണ്. വെച്ചാൽ ഈ പഴത്തിന്റെ ഒരു ചെറിയൊരു പുളി വന്നിട്ട് അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഞാൻ ചെറുതിലും ഉമ്മച്ചിനോട് പറയും ഉണ്ടാക്കുമ്പോഴ് എനിക്ക് എന്താണ് നാളത്തേക്ക് മാറ്റി വെക്കണമെന്നല്ല, അതെന്നും പറയും. അല്ല ഇത് നമുക്ക് കേടാവാതെ 2-3 ദിവസം ഇരിക്കുമോ? അല്ലെങ്കിൽ ഫ്രിഡ്ജിലിരിക്കും. ബിക്കോസ് ഇപ്പൊ ചില പൈസ ഇപ്പൊ സെമിയെന്നൊക്കെ പറഞ്ഞാൽ അന്ന് തന്നെ കഴിക്കണം, എന്നാലും അതിന്റെ സ്വാദുള്ളൂ. പിറ്റേ ദിവസം ഒന്നും അതിന്റെ ഒരു ഇത് ശരിക്കില്ലേ അരിയില്ലേ, അരിമാവ് നമ്മള് വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് കലക്കിയെടുത്തതാണ്, അത് ഇതിലേക്ക് ഒഴിക്കണം. കട്ടിയാവാനായിട്ട് ഇത് ഒഴിച്ചു കഴിഞ്ഞാല് നമ്മൾ പിന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ കൈ എടുക്കാൻ പാടില്ല. അതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് കുറുകിപ്പോയല്ലേ. ഇത് ശരിക്കും കുറുകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു കുറുകല്ലേ. എന്നുവെച്ചാൽ ഇത് ശരിക്കും ചെയ്യണത് തേങ്ങാപ്പാലിൽ തന്നെയാണ് ചെയ്യണത്, തേങ്ങാപ്പാലിൽ തന്നെയാണ്. പിന്നെ ഇപ്പോഴെല്ലാവരും കുറച്ച് കുറുകൽ വേണോന്ന് പറയുമ്പോഴാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ല നോക്കും, നമ്മൾ നോർമലി ഏത് പായസം ഇരിക്കുമ്പോൾ അതങ്ങ് കുറുകുമല്ലോ, പിന്നെ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിന് ആവശ്യമുണ്ടോ? പിന്നെ കുറച്ചും കൂടെ അത് ആവത്തില്ല. ഇല്ല, അതിന്റെ ശരിക്കും ആ ഒരു ടേസ്റ്റ് വേണം ഇത്. പിന്നെ ഇനി നമുക്ക് പഞ്ചസാര ഇടണം നമ്മൾ ആവശ്യത്തിന്. ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് പോലും വേണ്ട അല്ലെ? ജസ്റ്റ് ഈ ഏത്തക്കാന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വീട്ടിലുള്ളതല്ലേ. അപ്പൊ ഇതൊന്ന് കുറുകിയിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-ാം പാലെന്ന് പറയും. അപ്പൊ ഇതിന് 3-ാം പാൽ, 2-ാം പാൽ, പിന്നെ തലപ്പാല്. അപ്പൊ പിന്നെ ഇനി ക്വാണ്ടിറ്റി വരും അല്ലേ? പിന്നെ ഞാനിപ്പോ കുറച്ചല്ലേ നമ്മൾ ചെയ്ത്. ടേസ്റ്റ് നോക്കാം. പിന്നെന്താ, മധുരം കുറച്ചും കൂടെ വേണ്ടേ? നല്ലതാ, ഇച്ചിരി കൂടെ കുറുകാനുണ്ട്. മധുരം ഇനി ലാസ്റ്റ് ആണോ ഇനിയും ചേർക്കണോ? നല്ല മധുരം ചേർക്കും. മധുരം ഈ ഒരു സമയത്ത് തന്നെ ചേർക്കണം. ഏത്തക്കയുടെ ഒരു ഫ്ലേവർ ഒക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ക്ലൈമാക്സിൽ എന്തായിരിക്കും അല്ലേ? കൊള്ളാം. അല്ല ഇനിയിപ്പോ പറയുന്നത് കേട്ടോ നാളെയാ സ്വാദം. അപ്പൊ നാളെ ഞാൻ ഒന്നും കൂടെ വരാൻ കേട്ടോ, എനിക്ക് വേണ്ടിട്ടൊന്ന് മാറ്റി വെച്ചോ കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ പഞ്ചസാര ഇട്ടില്ലേ, അപ്പൊ ആ ഒരു എന്താണ് മധുരത്തിന്റെ ഒരു ഇത് നിൽക്കുമ്പോഴ് നമുക്ക് കുറച്ചിങ്ങനെ ഉപ്പിട്ട് കൊടുക്കണം, ചെറുതായിട്ട്, ഒരുപാടല്ല കേട്ടോ, ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിട്ടല്ലേ. ഈ പാലൊഴിക്കുമ്പോഴ് ഇത് കുറച്ച് തിളക്കണോണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇനി നമ്മൾ ആ ഫസ്റ്റ് പാലില്ലേ തേങ്ങ ഇട്ടിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ തിളക്കാൻ പാടില്ല. മക്കളുടെ ഹസ്ബൻഡിന്റെ ഒക്കെ ഫേവറേറ്റ് ഡിഷ് എന്താ? ഓണം ഡിഷ് എന്താണ്? അല്ല, ഇവർക്ക് എപ്പോഴും പണ്ട് ഹസ്ബൻഡിൻ്റെ ഉമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. നന്നായിട്ട് കുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നന്നായിട്ട് കുക്ക് ചെയ്യും. പിന്നെ ശരിക്കും കൊച്ചിയിൽ ഇതില്ല. എൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഈ ഓണത്തിന് ഞങ്ങൾ ചെയ്യും, പക്ഷേ ഭക്ഷണം ഉണ്ടാക്കാൻ ഉമ്മച്ചിക്ക് ബിരിയാണിയൊക്കെയാണ് അറിയണം. ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ നെയ്ബേഴ്സിലെ മുസ്ലിംസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം മിക്കവാറും മാസത്തിൽ ഒരു 3-4 ഞങ്ങൾക്കൊരു സൺഡേ ഒരു ബിരിയാണി കിട്ടും. പിന്നെ നോമ്പിന്റെ സമയം സൂപ്പറാണ് കേട്ടോ. വൈകുന്നേരം 6-6 ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ പലഹാരം ഞങ്ങൾക്ക് കിട്ടും. സോ ഞങ്ങൾക്ക് എപ്പോഴും ഇതിൽ മുസ്ലിം നെയ്ബേഴ്സ് ആണെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി. പിന്നെ എപ്പോഴും ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ആ ഫ്ലോറിൽ എപ്പോഴും ഒരു ബിരിയാണിയുടെ നെയ്ച്ചോറിൻ്റെ ഒക്കെ മണം വന്നുകൊണ്ടേയിരിക്കും. സോ എനിക്കറിയാം. അപ്പൊ ഇവിടെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഉമ്മയെ നന്നായിട്ട് എൻ്റെ നെജിങ്ങാട് ഉമ്മ, അത് എൻ്റെ ഉമ്മിച്ചിനെ ഉമ്മിച്ചി എന്ന് വിളിക്കണം, നെജിങ്ങാട് ഉമ്മ എന്ന് വിളിക്കണം. അപ്പൊ ഉമ്മ നന്നായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ ഉമ്മ ഇങ്ങനെ കട്ട് ചെയ്യൂലേ, ഇങ്ങനെ എന്താ പറയണ അവിയലിന് ചെയ്യണൊക്കെ ഭയങ്കര ഭംഗിയാണ്. അപ്പൊ എനിക്കതൊന്നും അറിയില്ല. നമ്മള് നാഷണൽ അവിയൽ എന്ന് പറഞ്ഞാൽ നമ്മള് നീളത്തിലല്ലേ കട്ട് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ അരിഞ്ഞു ഒരു ദിവസം. അപ്പൊ ഉമ്മ പറഞ്ഞു ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് തന്നെ. പക്ഷെ അപ്പൊ എനിക്കൊരു നാണമായിപ്പോയി, ഞാൻ ചെയ്തത് ശരിയായിട്ടില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ലുലു പോയ അവിയൽ മിക്സ് ഒക്കെ കിട്ടും കേട്ടോ, നല്ല അതിഭംഗിയായിട്ട് കിട്ടും. ഇനിയിപ്പൊ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാല് എടുക്കണം. ഇതാണ് നമ്മുടെ തലപ്പാൽ എടുത്തിട്ട് ഒഴിച്ചിട്ട്
ഓക്കെ. ഇതൊഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കുക്കിംഗ് നമ്മുടെ പായസം കൺക്ലൂഷനോട്ടായി കേട്ടോ. ഫൈൻ. ആ 1 2 ഇതിന് വൈറ്റ് കളറാണ് വരുന്നത് അല്ലേ? ഉന്നമടക്കായലോളം കൈകൾ കൊട്ടിക്കളിക്കണ മേളം. ഇതിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇതും എന്താ പറയാ ഒരു സ്പെഷ്യലാണ്. ഞാനിത് ചോദിക്കണം പിന്നെ ഓർത്ത് വേണ്ട, ലാസ്റ്റ് ആവട്ടെ. തുടക്കം തന്നെ നമ്മൾ ഇതൊക്കെ ഞാൻ ഇത് ഞാൻ ഇങ്ങനെ വേവിച്ച് വെച്ചേക്കണോണ്ട് നമുക്ക് ഇത് പിന്നെ ഒന്നും ചെയ്യാനില്ല. എന്താണ് സംഭവം? ഇത് അരിമാവ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ചെയ്യൂലേ, അതേപോലെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ മണി പോലെ ഒരു നോക്കി സാമാന്യം കട്ടിയുണ്ടല്ലോ. അപ്പൊ ഇത് ശരിക്കും പണ്ടൊക്കെ ഇങ്ങനെ ഇതായിട്ട് പ്രത്യേകമായിട്ടൊക്കെ ഇരുന്ന് ചെയ്യണതാണ്. എനിക്കിപ്പോ അത്രയും ഫ്രിഡ്ജ് വല്ലോ വെച്ചോ? അല്ല, ഇത് ഞാൻ ഇന്നലെ ചെയ്തിട്ട് വെച്ചതാണ്. നമുക്ക് ടൈം കിട്ടൂലല്ലോ. ഇത് നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഉരുട്ടിയിട്ടാണ് ചെയ്യണത്. ഉമ്മിച്ചി ഇതിനേലും ഭംഗിയായിട്ടൊക്കെ ചെയ്യും. അത്രയും ഭംഗി ഇതിൽ ഒത്തിരി ടൈം എടുത്തു. സമയം എടുക്കും. നമ്മളിത് ഉരുട്ടി ഈ ഒരു ഷേപ്പ് ഇതിനെക്കാട്ടിയും ഭംഗിയുള്ള ഷേപ്പാണ് വേണ്ടത്. പക്ഷെ ഇതിന് ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇത് ഈ ഒരു ഭംഗിയുള്ള ഷേപ്പിൽ തന്നെ നമ്മൾ കൊണ്ടുവരണം അല്ലേ? നമ്മൾ ഇടിയപ്പത്തിന്റെ മാവ് തന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ട് പിന്നെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ എത്ര ടൈം എടുത്തു എത്രയും ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? കുറച്ച് അങ്ങനെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴേ ഇത് ഉണ്ടാക്കുള്ളൂ. ഇടിയപ്പത്തിന്റെ കോംബോ ആയിട്ടല്ലേ? ഓക്കെ. ഇത് രസമുണ്ട്. അപ്പൊ ഒരു അരി കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ. ഇത് ശരിക്കും എന്തിനാണ് നമ്മൾ ഇത് ഇവർ ഇങ്ങനെ ആഡ് ചെയ്യുന്ന? ഭംഗിക്കാണോ അതിന് വല്ല ടേസ്റ്റ് എൻഹാൻസർ ആണോ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗിയ അന്നത്തെ ഇതിലെ സമയത്ത് ശരിക്കും ഭംഗി അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാൽ ഇവരിങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്കറിയില്ല ഇങ്ങനെ. അപ്പൊ ഇത് ശരിക്കും ഞങ്ങൾ ചെറുതായിരിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഉരുട്ടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ ഉരുട്ടാന്നൊക്കെ പറഞ്ഞ് ചെല്ലും. അതിൻ്റെ ഇടയ്ക്ക് ഈ ഇങ്ങനെ ഉണ്ടാക്കണതിന് ഒരു പ്രത്യേക ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കിയൊക്കെ ചെയ്യും. പക്ഷെ അത്രയൊക്കെ എന്തിനാണ് അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ അവര് ഭംഗിക്ക് വേണ്ടിയല്ല ഇത് ചെയ്യണത്. അതിനെ കടിക്കാനും എല്ലാം കിട്ടുമല്ലോ, ആ ഒരു ഇതായിരിക്കും. പക്ഷെ ഞങ്ങള് കഴിക്കല്ലേ ഉള്ളൂ, ഇതിനെപ്പറ്റി ചോദിക്കില്ല, നമുക്ക് അറിയണമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അതല്ല, ഇതിന്റെ ഉമ്മിച്ചി ചെയ്തതിന്റെ എല്ലാം. ഇനിയിപ്പൊ ഇതിട്ടെ നമ്മള് തേങ്ങാക്കൊത്തിടുന്നു. ഓക്കെ. പിന്നെ നട്ട്സ് ആയിരിക്കും ഇതിന്. നമ്മളുടെ റൈസൻസ് വേണ്ട അല്ലേ? വേണ്ട. ശരിക്കും ഇതിലൊരു പുളിയുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനത്തേത് മാത്രമേ ഇടൂ. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ ജോലി ഇനി വരാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? കഴിക്കാനായിട്ട്. ഓക്കെ. ഇതിപ്പോൾ ഞാൻ ഭംഗിക്ക് വെച്ചതാണ്. ഓക്കെ. അല്ല, നട്ട്സിന് വാട്ടവർ നമ്മളല്ലേ ചുമ്മാ കഴിക്കാൻ, അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് നട്ട്സിന്. ഇനിയിപ്പോ നമ്മൾ ഇളക്കമൊന്നും വേണ്ട അല്ലേ? തലപ്പാൽ ഒഴിച്ച് ഇത് തിളപ്പിക്കാൻ പാടില്ല. ശരിക്കും ഞാനിപ്പോ ഗ്യാസ് ഓഫ് ചെയ്യണ ആ ഒരു ഇത് വന്നണ്ട, ചെറിയ ചൂട് വരുമ്പോഴേ അതങ്ങോട്ട് നിർത്തുക. ഓക്കെ. ഇനി ഇത് ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോഴേ കുറച്ചിങ്ങനെ ഒന്ന് ഡെക്കറേറ്റീവ് ആയിരിക്കണം. പണ്ട് ടേസ്റ്റിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രസന്റേഷന് അതിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ. ലാസ്റ്റ് ഒരു സ്പൂൺ നെയ്യ്. അത് ശരിക്കും ഈ അരിപ്പൊടിയുടെ ഒരു വൈറ്റും തേങ്ങാപ്പാലിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡ്, പിന്നെ നമ്മളുടെ ഈ നെയ്യുടെ ഒരു യെല്ലോ ഷെയ്ഡ്, പിന്നെ ആ പഴത്തിൻ്റെ ആ ഒരു ഇത് എല്ലാം കൂടെ ആയിട്ട് ഒരു ഭയങ്കര ടേസ്റ്റാണ് ഇത്. അപ്പം എങ്ങനെയുണ്ട് ഞങ്ങളുടെ വെറൈറ്റി പായസം? നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ അല്ലേ? അപ്പം നമ്മുടെ പായസം ഓൾ സെറ്റാണ്. ഇനിയിപ്പോൾ ഫൈനൽ സ്റ്റേജ് എന്താണ്? ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ റുക്കു പ്ലീസ് ടേസ്റ്റ് ചെയ്യാലോ? യാ ഓഫ് കോഴ്സ്. പിന്നെ ഞാനെന്തിന് എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യും? നമ്മുടെ ഏത്തക്ക പായസം റെഡിയാണ്. ഞാനും ഇതുവരെ കഴിച്ചിട്ട് ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം. സോ ഇപ്പം നമ്മളിത് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണോണ്ട് ഒത്തിരി ഒന്നും ഇളക്കണ്ട. ഇത് സംഭവം കുറച്ച് തിക്കായിട്ടുണ്ട്. അതാണ്. ഇത് ഇനിയും ഇതാവോ? അല്ല, ഇനി തിക്കാവൂല. ഓക്കെ. അപ്പം കഴിക്കാം അല്ലേ? ചൂട് നോക്കണേ. ഓഫ് കോഴ്സ്. എൻ്റെ റുക്കു
ഓസം കേട്ടോ, ജസ്റ്റ് തൊട്ടതോളൂ. ഓ മൈ ഗോഡ്, സോ നൈസ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ, ഇറ്റ്സ് വെരി നൈസ്. ക്യാമറ കട്ട് ചെയ്തിട്ടാണ് പുള്ളിരുന്ന് വെരി നൈസ്. നട്ട്സും ഏത്തയ്ക്കയും. പക്ഷെ എനിക്കൊന്നത് നമ്മൾ വൈകിട്ടാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും. ഇതെല്ലാം കൂടെ കുറച്ചും കൂടെ ബ്ലെൻഡ് ആകുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ആവും. ഇതെന്ന് വെച്ചപ്പോൾ ചൂടോടെ ഇരിക്കുന്നുണ്ട്, ഏത്തയ്ക്കയും പാലും ഒക്കെ ഫുൾ അങ്ങ് ബ്ലെൻഡ് ആയിട്ടില്ല. പക്ഷെ ബ്ലെൻഡ് ആകുമ്പോൾ സൂപ്പർ കേട്ടോ, ട്രൈ ചെയ്യണം കേട്ടോ, ചെയ്യില്ലേ? അപ്പോൾ ഹാപ്പി ഓണം. ഇനി ഞങ്ങളിത് ഫുൾ മിക്കവാറും ഇത് നാളത്തേക്ക് തികയത്തില്ല, ഞാനിത് മിക്കവാറും തീർത്തിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു. ഹാപ്പി ഓണം. ഒരു ഹാപ്പി ഓണം പറ. കായലോളം കൈകൾ കൊട്ടിക്കളിക്കണ മേളം. ോ